എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ യാത്രകളും പ്ലാൻ ചെയ്തൊക്കെ പോകാറുണ്ടെങ്കിലും എന്നാൽ വീട്ടിൽ നിന്നൊന്നും പ്ലാൻ ചെയ്യാതെ കരുനാഗപ്പള്ളിയിലെത്തിയിട്ട് അവിടുന്ന് എങ്ങോട്ട് തിരിയണം എന്ന് പോലും അവിടെ വെച്ച് പ്ലാൻ ചെയ്തു പോകുന്ന പല യാത്രകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഭയങ്കര ഫ്രീ ആയിട്ടും കൂടുതൽ എൻജോയ് ചെയ്തും പോയിട്ടുള്ളത് അങ്ങനെ പ്ലാൻ ചെയ്യാതെ പോയിട്ടുള്ള യാത്രകളാണ്. അങ്ങനെയുള്ള പോകുന്ന ഒരു യാത്രയാണ് ഇന്ന് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് കൊല്ലം ഡ്രീംസ് മോൾ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഏട്ടൻ നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ മാളുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രിപ്പുകളും ഇതൊക്കെയാണ് ഭയങ്കര സന്തോഷം, പ്രത്യേകിച്ച് ശ്രീയാൻവിക്ക്. അങ്ങനെ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് എത്തിയത്. ഒരു മോളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും പ്ലേ ഏരിയ എവിടെയാണെന്ന് നോക്കിയാണ് ശ്രീയാൻവി നോക്കുന്നത്. പക്ഷേ നല്ല വിശപ്പ് കാരണം എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് ലേറ്റായി ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന ദിവസം ഒരു തിരക്കും ഇല്ലായിരുന്നു. അങ്ങനെ പല കസേരകളും ഒഴിഞ്ഞു കിടക്കുക. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് നല്ല റിലാക്സ് ആയിട്ട് നമ്മളുടെ ഇത് മാത്രമായിട്ടുള്ള കുറച്ച് സമയങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേ ഏരിയയിലോട്ട് പോയി. അങ്ങനെ ഡ്രീംസ് മോളിലെ ഇൻഡോർ പ്ലേ ഏരിയ ആയിട്ടുള്ള പെപ്പെ പ്ലാനറ്റിൽ കയറി. പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അവിടത്തേക്ക് സോക്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇത്തവണ. അപ്പം അവിടെ നിന്ന് തന്നെ സോക്സൊക്കെ വാങ്ങി കാലിലിട്ട് കൊടുക്കുകയാണേ. പക്ഷേ എപ്പോഴും ഇത് തന്നെയാണ് നടക്കാറുള്ളത് കേട്ടോ. ഒരു സോക്സിന് 70 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ മോൾക്ക് പിന്നെ ആ ഒരു പർപ്പിൾ കളറും അതിനകത്തിൽ പെപ്പേന്ന് എഴുതിയിരിക്കുന്ന ആ ഇതൊക്കെ കാണുന്നതും ഭയങ്കര സന്തോഷമായതുകൊണ്ട് തന്നെ വരുമ്പം സോക്സ് എടുക്കാറേ ഇല്ല, അവിടുന്ന് വാങ്ങുന്നത് തന്നെയാണ് പതിവ്. അങ്ങനെ ഇവിടെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. 8 വയസ്സ് വരെയുള്ള മക്കൾക്കും 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശ്രീയാൻവിക്ക് അത്ര ആകാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഏരിയയിലാണ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് പേരൻസിനെ അകത്തോട്ട് കയറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ വെളിയിൽ പോസ്റ്റാണ്. പക്ഷേ അവർ അത്യാവശ്യം നല്ല രീതിയിൽ കയറി എൻജോയ് ചെയ്യും. അടിപൊളിയാണ്. ഒരു വെക്കേഷനൊക്കെ 1 ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റിയ നല്ല കിടിലൻ സ്ഥലമാണ് പെപ്പെ പ്ലാനറ്റും ഡ്രീംസ് മോളും ഒക്കെ. ഞങ്ങളുടെ മോള് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഇൻഡോർ പ്ലേ ഏരിയയിൽ കയറിയിട്ടുണ്ടായിരുന്നത് രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നേ. ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഞങ്ങൾ ക്വാർട്ടറിലായിരുന്ന സമയത്താണ് ആദ്യമായിട്ട്, കുഞ്ഞായിരുന്നു ആ സമയത്താണ് ഇതുപോലെ ഒരു ഇൻഡോർ പ്ലേ ഏരിയയിൽ അന്ന് ആദ്യമായിട്ട് കയറുന്നത്. പക്ഷെ അന്ന് എടുത്ത ഒരു അടിപൊളി നല്ല സൂപ്പർ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. അങ്ങനെ ഇവിടെ പക്ഷെ അവിടെ നമുക്ക് പേരൻസിന് കയറാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്തു, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പ്രതീക്ഷിച്ചെങ്കിലും നമ്മളെ പേരൻസിനെ അകത്തോട്ട് കയറ്റാത്തത് കൊണ്ട് തന്നെ ആൾ തനിയെ കളിക്കുകയാണ്. പിന്നെ കുറേ ബോൾസൊക്കെ അതിനകത്തിൽ ചീത്തയായിട്ടുണ്ട്. അവരതെല്ലാം ക്ലിയർ ചെയ്ത് സേഫ്റ്റി എല്ലാം അവർ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വെക്കേഷന് നമുക്ക് സൂപ്പറായിട്ട് പോയി നമ്മുടെ മക്കളുമായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ശ്രീയാൻവി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിലും ആൾ നല്ലതുപോലെ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം. വേറെ കുട്ടികളാരും ഇല്ലായിരുന്നേ. അന്ന് ഞങ്ങൾ മാത്രമേ ഉച്ച കഴിഞ്ഞിട്ട്, അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ആരും വന്നിട്ടില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം. ഈ കളറിലുള്ള ഈ ലൈറ്റുകളൊക്കെ നല്ല സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നേരിട്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. എൻ്റെ ക്യാമറയിൽ അത്രത്തോളം ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്തിലൂടെ ഒക്കെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അവിടെ കിടക്കാനും ഇരിക്കാനും നിൽക്കാനും ഏത് രീതിയിൽ ഫോട്ടോസ് എടുക്കാനും എല്ലാം പറ്റും. നല്ല രസമുണ്ട്. കയറി വരുമ്പോഴേ നമ്മൾ പേരൻസ് വെളിയിലാണെങ്കിലും പെപ്പെ പ്ലാനറ്റിൻ്റെ ഒരു ഗൈഡ് കൂടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കും. അവരിങ്ങനെ എല്ലാത്തിലും അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോന്നോ ഡയറക്ഷൻസൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവിടെ നമുക്ക് 1 മണിക്കൂറത്തേക്കാണ് നമുക്ക് സമയം അനുവദിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഇവർക്ക് ഏത് ഗെയിം വേണമെങ്കിലും സെലക്ട് ചെയ്ത് കളിക്കാം, അവരുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് കളിക്കാം. അപ്പോൾ 500 രൂപയാണ് ഈ 1 മണിക്കൂറത്തേക്ക് എടുക്കുന്നത് ഒരു കുട്ടിക്ക്. അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കളിക്കാം. ഒരുപാട് ഏരിയകളുണ്ട്, അതത്രയും നമുക്ക് കളിക്കാം. ശ്രീയാൻവി എവിടെ പോയാലും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സ്ലൈഡിങ്ങിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഐസ്ക്രീം, ഈ ഒരു ഐസ്ക്രീമിന് മാത്രം 170 രൂപയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ലുലു ഡെയിലിയിൽ കയറി. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ ലുലു ഡെയിലി കയറി കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ആൾ പറയുന്നതൊന്നും വാങ്ങിച്ചു കൊടുക്കാത്തതിന് എന്നെ ഇങ്ങനെ പിടിച്ച് തള്ളി കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട്
അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു പ്ലാൻ ചെയ്യാതെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുക. ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾ കയറി വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇനി എവിടെ പോകും എന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും ഇനി പറ്റിയ സ്ഥലം ഈ സമയത്ത് ഇതാണ്ട് ഈ സൂര്യനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ആ സമയത്ത് എന്തായാലും ബീച്ച്, കൊല്ലം ബീച്ച്. അങ്ങനെ കൊല്ലത്ത് എപ്പോൾ വന്നാലും എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഈ ഒരു പാലം. എനിക്കെന്തോ ഒരു പ്രത്യേക ഇഷ്ടം അതിലേക്കൂടെ പോകാനും. നല്ലൊരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൊല്ലം ബീച്ചിലേക്ക് പോയി. കൊല്ലം ബീച്ചിൽ ചെന്നപ്പം ആരും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ തിരക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണേ. അവിടെ ആണെങ്കിൽ കൂടുതലും നമുക്ക് ബീച്ച് ഏരിയ എന്ന് പറയാനുള്ള സ്ഥലം അവിടെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഭയങ്കരമായിട്ട് കളിക്കാനോ അങ്ങനെയൊന്നുമുള്ള ഇത് വലുതായിട്ടില്ല. അങ്ങനെ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയി വരുന്നു. എനിക്ക് കടലിലോട്ട് ഇറങ്ങാൻ നല്ല പേടിയാണ്. അച്ഛനും മോളും കൂടി ഇറങ്ങിയിട്ട് പക്ഷേ തീരെ നല്ല ശാന്തമായിട്ട് കിടക്കുന്നെങ്കിലും ലൈഫ് ഗാർഡ് വന്നിട്ട് പറഞ്ഞു ഈ സമയത്ത് പെട്ടെന്ന് ഇനി കുറച്ച് നേരത്തേക്ക് ശാന്തമായിട്ടിരിക്കും, എന്നിട്ട് വേഗം തിര നന്നായിട്ട് വരും, അതുകൊണ്ട് കുറച്ചും കൂടി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്